ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പ് പകർന്ന് ഇന്ത്യ അന്റാർട്ടിക്ക ടൂറിസം പദ്ധതിക്ക് തുടക്കമാകുന്നു. കൊച്ചിയിൽ നടക്കുന്ന അന്റാർട്ടിക്ക ഉടമ്പടി സമ്മേളനത്തിലാണ് ഇന്ത്യയും അന്റാർട്ടിക്ക ടൂറിസത്തിനായി ഒരുങ്ങുന്നതായി അറിയിച്ചത്. നിലവിൽ ഇന്ത്യയിലുള്ള സഞ്ചാരികൾ തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ എത്തിയാണ് അന്റാർട്ടിക്കയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ സ്റ്റേഷനുകളായ മൈത്രി, ഭാരതി എന്നിവ കാണാനുള്ള സൗകര്യവും സഞ്ചാരികൾക്കുണ്ടാവും. ഒന്ന് പോണം കേട്ടോ. അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ഇന്ത്യക്കാർക്കും അവസരമൊരുങ്ങുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് അന്റാർട്ടിക്ക യാത്ര ഒരുക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഉറപ്പു നൽകി. കൊച്ചിയിൽ നടക്കുന്ന അന്റാർട്ടിക്ക ഉടമ്പടി സമ്മേളനത്തിലാണ് ഇന്ത്യയും ടൂറിസം പദ്ധതി തുടങ്ങുന്ന കാര്യം റിപ്പോർട്ടറിനോട് പങ്കുവച്ചത്. ഇന്ത്യൻ അന്റാർട്ടിക് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ഓൾറെഡി ഒരു ബില്ല് പാസ്സാക്കി, അതൊരു ആക്ട് ആയിട്ടുണ്ട്. 2022 ഇന്ത്യൻ അന്റാർട്ടിക് ആക്ട് എന്ന് പറഞ്ഞൊരു ഓൾറെഡി ഒരു ഇതുണ്ട്. അത് പ്രകാരം നമുക്ക് ടൂറിസം ആക്ടിവിറ്റിയും അപ്രൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ഇന്ത്യയുടെ പൊതുവെയുള്ള ഒരു നിലപാടെന്ന് വെച്ചാൽ ടൂറിസം ശരിക്കും പറഞ്ഞാൽ വളരെ നിയന്ത്രിതമായിരിക്കണം. അതേപോലെ അതിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഫോളോ ചെയ്യേണ്ട ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമുക്ക് മുമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയെ മുമ്പ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ അന്റാർട്ടിക് ആക്ടിനകത്ത് നമുക്ക് പെർമിറ്റ് കൊടുക്കാൻ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് ഏജൻസികൾക്കും വേണമെങ്കിൽ അന്റാർട്ടിക്കയിൽ ഇപ്പോൾ ടൂറിസം ആക്ടിവിറ്റി ചെയ്യാൻ ഇന്ത്യൻ പ്രൈവറ്റ് ഏജൻസിക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അന്റാർട്ടിക്കയിലെത്തുന്നതിന് ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇതിന്റെ സങ്കീർണതയാണ് ഇന്ത്യ ഇതുവരെ വിട്ടുനിൽക്കുന്നതിന് കാരണം. എന്നാൽ വിവിധ രാജ്യങ്ങൾ സഞ്ചാരികളെ അയക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇന്ത്യ ഇനി മാറി നിൽക്കുന്നില്ലെന്നും NCPOR ഡയറക്ടർ തമ്പാൻ മേലോത്ത്. ലോകത്തെ പല രാജ്യങ്ങളും അത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രം ഈ ഒരു ഇന്ത്യക്കാർക്ക് മാത്രം അത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ ചെയ്യുന്നതും വളരെ നിയന്ത്രിതമായിരിക്കണം. നമുക്ക് തന്നെ വളരെ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ഒരുപാട് ആ പെർമിറ്റ് കൊടുക്കുന്നതിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 2022 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ അന്റാർട്ടിക്ക ആക്ട് സഞ്ചാരികൾക്ക് അവിടെയെത്താനുള്ള അവകാശം നൽകുന്നു. അന്റാർട്ടിക്ക യാത്രയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദേശീയ തലത്തിൽ ഏജൻസികളുണ്ട്. സ്വകാര്യ കമ്പനികൾ മുഖേനയും യാത്ര സാധ്യമാകും. ഇതോടെ അന്റാർട്ടിക്ക യാത്ര എളുപ്പത്തിലാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.